വളരെ വെറൈറ്റി ആയിട്ടും യുണീക്കായിട്ട് നിൽക്കുന്ന സീരീസുകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഗേൾ ഫ്രം നോവെയർ. 2018 പുറത്തിറങ്ങിയ ഒരു തായ് മിസ്റ്ററി ത്രില്ലർ സീരീസാണിത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആന്തോളജി സീരീസാണ്. പക്ഷേ ഇതിലൊരു ഒറ്റ ക്യാരക്ടർ, അതായത് ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രം എല്ലാ എപ്പിസോഡിലും അപ്പിയർ ആകും. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും എപ്പിസോഡ് ടു എപ്പിസോഡ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്ലോട്ടിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നന്നോ എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര ക്ലവർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നന്നോ. അപ്പോൾ ഈ നന്നോ ഓരോ എപ്പിസോഡിലും ഓരോ സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഞാൻ സിമ്പിളി പറയുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നന്നോ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഒരു സ്കൂളിലേക്ക് ചെല്ലുന്നു. ആ സ്കൂളിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നോർമലായിട്ടുള്ള ഒരു സ്കൂളായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അബ്യൂസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. സോ ആ ഒരു പ്ലേസിലേക്കാണ് നമ്മുടെ നന്നോ ചെന്ന് വിടുന്നത്. ആൻഡ് നന്നോയ്ക്കും ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. ഇവഞ്ച്വലി ഈ അബ്യൂസ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്കെതിരെ നമ്മുടെ നന്നോ ഒരു പണി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ റിവെഞ്ച് പോലത്തെ ഒരു സംഭവം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് അവിടെ തീരും. അപ്പോൾ നമ്മൾ കരുതും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് രണ്ടാമത്തെ എപ്പിസോഡ് വരുന്നത്. രണ്ടാമത്തെ എപ്പിസോഡ് ആയിക്കോട്ടെ ഒരു പുതിയ സ്കൂള്. ആ പുതിയ സ്കൂളിൽ വേറെ കുറച്ച് പുതിയ പ്രോബ്ലംസ്, അവിടേക്ക് നന്നോ ചെല്ലുന്നു. ആൻഡ് ആ ഒരു സ്കൂളിലെ പ്രോബ്ലംസിനെയൊക്കെ നന്നോ ഫേസ് ചെയ്തുകൊണ്ട് പണി കൊടുക്കാൻ വേണ്ടി പോകുന്നു. അതായത് ഓരോ എപ്പിസോഡിലും ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ രീതിക്കുള്ള പണിയാണ് നമ്മുടെ നന്നോ എന്ന് പറയുന്ന ക്യാരക്ടർ കൊടുക്കുന്നത്. ആ ഒരു രീതിക്കാണ് ഈ ഒരു സീരീസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ എപ്പിസോഡ് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടും. അതുപോലെ തന്നെ ഒരു എപ്പിസോഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഇഷ്ടപ്പെട്ട് തന്നെ കാണാൻ പറ്റിയെന്ന് വരും. അതായത് ഒരു ആന്തോളജി സീരീസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കൈൻഡ് ഓഫ് വൈബ് കിട്ടും. കുറേയധികം സ്കൂളുകളും സ്കൂളിലെ കുട്ടികളും ആ സ്കൂളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ടീനേജ് ഡ്രാമാസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് ഗേൾ ഫ്രം നോവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങളെല്ലാവരും കരുതും ആരാണ് ഈ നന്നോ? ഈ നന്നോ എന്ന് പറയുന്ന ക്യാരക്ടറിന് എങ്ങനെയാണ് ഓരോ സമയത്ത് ഓരോ സ്കൂളിലേക്കൊക്കെ പോകാൻ പറ്റുന്നതെന്ന്. അപ്പം ഇതിലൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ ഒരു ഹ്യൂമൺ അല്ല, പകരം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എൻറ്റിറ്റിയാണ്. അതായത് ഹ്യൂമൺ അല്ലാത്ത എന്തോ ഒരു ഇൻഹ്യൂമൺ എൻറ്റിറ്റിയാണ് ഈ ഒരു ക്യാരക്ടർ. അതെന്താണെന്ന് ഈ ഒരു ഷോ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ആകെ 2 സീസൺസാണ് വന്നിട്ടുള്ളത്. ഈ 2 സീസൺസിലായിട്ടും ഈ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും. ഈ ഒരു ക്യാരക്ടർ ഓരോരോ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് സീസണിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്ന് മിസ്റ്ററി കുറച്ചും കൂടെ ഒരു ഗംഭീരമാക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഭീര എക്സ്പീരിയൻസ് കിട്ടും, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ കൊറിയൻ ഡ്രാമയും ജാപ്പനീസ് ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വെറൈറ്റി തായ് ഡ്രാമയാണ് ആക്ച്വലി ഗേൾ ഫ്രം നോവെയർ എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഒരു ലാഗ് അടിപ്പിക്കുന്ന നോർമലി കണ്ടുവരുന്ന കെ ഡ്രാമ ടൈപ്പ് സാധനമാണെന്ന് കരുതിയാൽ തെറ്റി. അത്യാവശ്യം ബ്രൂട്ടലായിട്ട് ചില സമയത്ത് ചില ജസ്റ്റിസ് ഒക്കെ കാണുമ്പോഴത്തേനും ആക്ച്വലി ഇത് ജസ്റ്റിസ് ആണോ എന്ന് നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന രീതിക്കാണ് ഈ ഒരു സീരീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. പക്ഷേ എൻ്റെ കപ്പ് ഓഫ് ടീ തന്നെയായിരുന്നു ഗേൾ ഫ്രം നോവെയർ എന്ന് പറയുന്നത്. ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പേരും മറക്കണ്ട, ഗേൾ ഫ്രം നോവെയർ.